ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാ ലേറ്റസ്റ്റ് എപ്പിസോഡ് അറിയണം. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് കള്ളങ്ങളാൽ താൻ ജയിച്ചെന്ന് കരുതിയ കാർത്തിക് ഷാലിനി കൊടുക്കുന്ന ഉഗ്രൻ അടി തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതും സത്യഭാമയുടെ മുന്നിൽ നിർത്തിപ്പൊരിക്കുന്നു, അല്ല വറുത്ത് കോരി എടുത്തെന്ന് തന്നെ പറയണം. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ കാണുന്നവരുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്ന കമൻസും ഷെയർസിന് ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന കാര്യം നമ്മുടെ ഷാലിനി ജില്ലാ കളക്ടറിൻ്റെ കാറിൽ നേരെ വന്ന് ചെല്ലുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ കാർത്തികയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ കാർത്തികയുടെ വീട്ടിൽ അച്ഛനെ അമ്മേനെയൊക്കെ കാണാനായി നമ്മുടെ ഷാലിനി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഷാലിനി വരുമ്പോൾ തന്നെ കാർത്തികയുടെ കാര്യം പറഞ്ഞൊരു ഫോൺ കോൾ വന്നുകൊണ്ട് കാർത്തികയുടെ അച്ഛനും അമ്മയും തന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ആരാ എന്നൊന്നും അറിയത്തില്ലോ. അപ്പോൾ ഷാലിനി ഉടൻ തന്നെ ഇവരെ കാണിച്ചു വയ്ക്കും. കാർത്തികയുടെ അച്ഛനും അമ്മയല്ലേ? ആ ആണ്, അതെ. കാർത്തിക് അറിയോ? അറിയാമെന്നോ? നല്ല പോലെ അറിയാം. അവളെ അറിയാവുന്ന കൊണ്ടല്ലേ നിങ്ങളെ കണ്ടുപിടിക്കാനായി ഇത്ര നെട്ടോട്ട് ഓടേണ്ട വന്നത്. അതെന്താ അങ്ങനെ പറയുന്നത്? അപ്പം കാർത്തികയുടെ കാര്യമൊന്നും പറയാതിരിക്കും നല്ലത് എന്നൊക്കെ പറയുമ്പം കാർത്തികയുടെ അച്ഛൻ ചോദിക്കുമോ, എനിക്കൊന്നും മനസ്സിലായില്ല എന്താ പറയുന്നത്. അപ്പം ഷാനി പറഞ്ഞു, ഞങ്ങൾക്കും പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. ആദ്യം ഞങ്ങൾക്ക് ആർക്കും തന്നെ കാർത്തിക ഒട്ടും മനസ്സിലായില്ല. കാരണം അവൾ അമ്മാതിരി കള്ളത്തരങ്ങളൊക്കെയാണ് പറഞ്ഞത്. അവൾ പറഞ്ഞ അച്ഛനും അമ്മയും ആരുമില്ല, ആശ്രമത്തിൽ വളർന്ന ഒരു വ്യക്തിയാണ് താൻ ഒക്കെയായിരുന്നു ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശുദ്ധ നുണയാന്നുള്ള കാര്യം. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്താൻ ഇത്ര വരെ താമസിച്ച കാര്യം. അപ്പം കാർത്തികയുടെ അമ്മ ചോദിക്കുക, കാർത്തിക എൻ്റെ മോള് കാർത്തിക. ഈ ചോദ്യത്തിൽ നമ്മുടെ ഷാനി പറയാം, കാർത്തിക അവൾ സുഖമായി തന്നെ ഇരിക്കുന്നു, അവൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ അവൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ അത്ര സുഖമില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. അപ്പം കാർത്തികയുടെ അച്ഛനും അമ്മയുടെ മുഖം വല്ലാണ്ടാവോ എന്നാ ഉദ്ദേശിക്കുന്നത്? ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഞാൻ ശാലിനി വിഷ്ണു IAS. ഞാൻ ഈ നാട്ടിലെ ജില്ലാ കളക്ടറാണ്. അപ്പോഴത്തേക്കും കാർത്തികയുടെ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര വിനീതം കൊണ്ട് അവരെന്താണ് കളക്ടറിനെ തൊഴുന്ന രീതിക്ക് അതും കാണിക്കുകയാണ്. അത്ര റെസ്പെക്റ്റൊക്കെയാണ്. കാരണം പാവപ്പെട്ട ആൾക്കാരായതുകൊണ്ട് അത്ര രീതിക്ക് എന്താണ് ഭയങ്കര റെസ്പെക്റ്റാണ് അവർ കാണിക്കുന്നത്. ഈ മോളുടെ അഹങ്കാരമൊന്നും അവർക്ക് ഒട്ടുമേ ഇല്ല. അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഷാലി പറയുന്നത്, ഇപ്പം കാർത്തിക നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ്, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ. പക്ഷേ എന്ന് പറഞ്ഞാൽ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. കല്യാണം ചിലപ്പം കഴിച്ചേക്കും, കഴിപ്പിക്കുമെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്കും എനിക്ക് തമ്മിൽ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കുറച്ച് ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ട്. അത് നല്ലപോലെ മുതലെടുത്ത് അവിടെ തന്നെ പിടിച്ചു നിൽക്കുകയാണ് കാർത്തിക നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ശല്യം. ഞാനും എൻ്റെ ഭർത്താവും ഒരുമിച്ച് ജീവിക്കേണ്ട ജീവിതത്തിൻ്റെ സമയങ്ങളാണ് കാർത്തിക ഇങ്ങനെ പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി തന്നെ നിങ്ങളെ തേടി ഞാൻ ഇവിടെ വന്നതെന്നൊക്കെ കാർത്തികയുടെ അച്ഛനും അമ്മയടുത്ത് ഷാലിനി വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയുമോ കൊണ്ട് നിർത്തുന്നില്ല കേട്ടോ. ഷാലിനി പറയുന്നുണ്ട് വിഷ്ണു എങ്ങനെയാണ് കാർത്തികയും കൊണ്ട് ആ വീട്ടിലേക്ക് വന്നതെന്നുള്ള കാര്യം. കാർത്തിക മലയുടെ മുകളിൽ നിന്ന് എടുത്ത് ചാടാൻ പോയ ഒരു നേരവും വിവാഹ വസ്ത്രത്തിൽ കാർത്തികയെ കണ്ടപ്പോഴത്തേക്കും കാർത്തിക ജീവൻ നഷ്ടപ്പെടേണ്ട എന്നുള്ള രീതിയിൽ വിഷ്ണു കാണിച്ചൊരു അനുകമ്പയ്ക്കകത്ത് വിഷ്ണു കാർത്തികനെ തൻ്റെ സാഹചര്യം കൂടെ അങ്ങനെ ആയതുകൊണ്ട് അമ്മയുടെ മുന്നിൽ തൽക്കാലം താൻ വിവാഹം കഴിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു നാടകം മാത്രമേ കാർത്തികയും വിഷ്ണുക്ക് ഇടയിലുണ്ടായിരുന്നുള്ളൂ എന്ന കാര്യത്തിൻ്റെ സത്യാവസ്ഥയൊക്കെ ഷാലിനി ഇവരോട് വിശദമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വിശദമായി ഷാലിനി പറഞ്ഞതും പപ്പിമോളുടെ ആ വോയിസ് നോട്ടും രണ്ടും കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവർക്ക് കാര്യങ്ങളൊക്കെ ഒരുവിധം നല്ലപോലെ മനസ്സിലാക്കി. അപ്പോൾ പറയുന്നുണ്ട് ഷാലിനിയുടെ മുന്നിൽ വെച്ചാൽ നിങ്ങളുടെ മോളെ കാരണം മാഡത്തിന് എന്തൊരു ശല്യം എന്നറിയാം. മാഡത്തിൻ്റെ ലൈഫ് തകർക്കാനാണ് അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാഡത്തിന് എന്തോ ടെൻഷനാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു കാര്യം കൊണ്ടെന്നൊക്കെ പറയുമ്പോൾ അവരങ്ങ് ഭയങ്കര ഐക്യടാന്നായി നിൽക്കുകയാണ്. കാരണം തൻ്റെ മോളെ കൊണ്ട് നാണക്കേട് ഒന്നാമത്, അതുകൂടെ ഇങ്ങനെ മറ്റൊരാളുടെ ജീവിതം കൂടെ തകർക്കാൻ തൻ്റെ മകൾ പോകുന്ന അറിയുമ്പോഴത്തേക്ക് അത്രയ്ക്ക് തകർന്ന് നിൽക്കുകയാണ് അവർ രണ്ടുപേരും. അപ്പോൾ ഷാലിനി പറയുന്നുണ്ട് എന്നെ അടിക്കാൻ ഒരു വടി തേടി നടക്കുമായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ അമ്മ. ആ ഒരു വടിയായി കാർത്തിക ഇപ്പം നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് സത്യം. പിന്നെ അല്ലെങ്കിൽ തന്നെ ഈ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് കാർത്തിക് എത്ര നാൾ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഞാൻ നിങ്ങളോട് പറയാവുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, നിങ്ങൾ സത്യാമ്മയുടെ മുന്നിൽ വന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ അവരെ മനസ്സിലാക്കിയിട്ട് കാർത്തിക് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം. അപ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട് ഞങ്ങൾ വിളിച്ചുകൊണ്ട് വരാം മാഡം. ഞാൻ അറിഞ്ഞില്ല, അവൾ ആരെയോ പ്രണയിച്ച് പോയെന്ന് മാത്രമേ ഞങ്ങൾ അറിഞ്ഞുള്ളൂ. പക്ഷേ അവൾ ആ ഇറങ്ങിപ്പോയത് മറ്റൊരാളുടെ ജീവിതം, നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനുള്ള കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. അത് അറിയാത്ത കൊണ്ടാണ്. ഞങ്ങളിപ്പോൾ അറിഞ്ഞില്ലേ, ഞങ്ങൾ എന്തായാലും വരാം മാഡം. എങ്ങോട്ടേക്ക് ആറുമില്ല, എന്ത് പറയണം മാഡം പറഞ്ഞാൽ മതി, ഞങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ വരാം. വന്ന് അവളെ പിടിച്ചുകൊണ്ട് വരാം. അത് മറ്റൊന്നും കൊണ്ടല്ല, അവൾ ഞങ്ങൾക്ക് ഒത്തിരി നാണക്കേടുണ്ടാക്കി. ഞങ്ങൾക്ക് ഇത്ര നാണക്കേടുണ്ടാക്കി ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ അച്ഛനും അമ്മയായിട്ട് പോലും ഞങ്ങളുടെ കാര്യം പോലും അവൾ ഇത്ര കള്ളത്തരം പറഞ്ഞെങ്കിൽ അവൾ ഞങ്ങളുടെ സങ്കടം കണ്ടിട്ടില്ല. പെറ്റ് വളർത്തി ഇത്രയും കാലം കൊണ്ട് വളർത്തി കൊടുത്ത സ്നേഹത്തിനൊന്നും കണക്ക് അവൾ നോക്കിയില്ല. അവൾ മാഡത്തിൻ്റെ ഒക്കെ സങ്കടം മനസ്സിലാക്കി എന്നെ ഞാൻ തിരുന്നു വിചാരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവൾ പണ്ട് തൊട്ട് ഇങ്ങനെ ആയിരുന്നു മാഡം. അവളൊരു കാര്യത്തിന് ആഗ്രഹിച്ചാൽ, അവളൊരു കാര്യത്തിന് വാശി പിടിച്ചാൽ അത് ഏത് വഴി കൂടെയും എന്ത് കുതർന്ന മെനഞ്ഞും അവൾ സാധിച്ചെടുക്കും എന്നുള്ളതാണ് അവളുടെ സ്വഭാവം ഉണ്ടായിരുന്നത്. അത് ഞങ്ങൾക്കറിയാം. പക്ഷേ അതിൻ്റെ ദുഃഖം നിങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യമല്ലോ. പെറ്റ കണക്കിന് ഞങ്ങൾ അതിൻ്റെ രീതിക്കകത്തുള്ള എന്തൊക്കെയാണോ കിട്ടാനുള്ളത് അവളുടെ കയ്യിൽ നിന്നുള്ള അടിയൊക്കെ ഞങ്ങൾ അനുഭവിച്ചോളാം, അത് കൊണ്ടോളാം. പക്ഷേ കാർത്തിക് എന്ന മകളെ കാരണം ഇനി മൂന്നാമത് ഒരാളുടെ ജീവിതത്തിലും കൂടെ ഒരു പ്രശ്നം ഉണ്ടായി അവരെ കണ്ണീര് വീഴേണ്ട ആവശ്യമില്ല. മാഡം പറഞ്ഞാൽ മതി എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ ഞങ്ങൾ സത്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നോളാം. ഒരു കുഴപ്പമില്ല മാഡം എന്ന് പറയുമ്പോഴത്തേക്കും ഷാലിനിക്ക് അങ്ങ് സന്തോഷം. അപ്പോൾ ഷാലിനി പറയുന്നുണ്ട് എന്നാൽ പിന്നെ നിങ്ങൾ ഇപ്പം തന്നെ എൻ്റെ കൂടെ വാ. അച്ഛൻ പറഞ്ഞു ശൈലജ ഇറങ്ങ്, നമുക്കിപ്പോൾ അവരെ കൂടെ പോവാം. അവരെ കൂടെ പോയി നിൻ്റെ മോളെ കാരണം ഇനി മറ്റൊരാൾ സങ്കടപ്പെടാൻ പാടില്ല, ആ ഒരു പ്രശ്നം തീർത്തിട്ടേ ഇനി കാര്യമുള്ളൂ എന്നിട്ട് നേരെ അവരായിട്ട് ഷാലിനിയോട് വരുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ സത്യാമ്മയുടെ വീട്ടാണ്. സത്യാമ്മയുടെ വീട്ടിനകത്ത് നമ്മുടെ പപ്പിമോളിൽ നിന്ന് ഭയങ്കര പ്രാർത്ഥനയാണ്. അപ്പം പ്രാർത്ഥിച്ച് എന്താണ്
പ്രാർത്ഥനയല്ലേ, അങ്ങനെ കേൾക്കാതെ വിടുമോ? ഞാൻ ഇനിയിപ്പോൾ ഇവിടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്നോ അമ്പലത്തിൽ വരാത്തുണ്ടോ? ഞാൻ ഇഷ്ടംപോലെ വട്ടം അമ്പലത്തിൽ വന്നിട്ടില്ലേ? ഞാൻ പിണക്കോ ഇനി മിണ്ടത്തില്ല. വിഷ്ണുവിൻ്റെയും അതുപോലെ കാർത്തികയുടെയും കല്യാണമൊക്കെ മുടക്കാൻ ഞാൻ സീക്രട്ട് പറയാൻ കേട്ടോ. കാർത്തിക ആൻറ്റി ഭയങ്കര ബാഡ് ഗേളാണ്. അതിവിടെ ആർക്കും സത്യാമ്മയാണെങ്കിൽ കല്യാണം നടത്താതിരിക്കുന്നു. പക്ഷേ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ആഗ്രഹമല്ലേ, ഇത്രയും ഞാൻ ചോദിക്കുന്നില്ലേ? വിഷ്ണു അച്ഛൻ്റെയും അതുപോലെ കാർത്തികൻ്റെയും കല്യാണമൊന്നും മുടക്കി നടക്കത്തില്ല എന്ന് എനിക്കൊരു വാഗ്ദാ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അങ്ങ് ഭയങ്കര രീതിയിൽ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ചേച്ചിയമ്മ ഈ വീട്ടിൽ വരണം. ചേച്ചിയമ്മയും വിഷ്ണു അച്ഛനായിട്ട് തമ്മിലാണ് കല്യാണം കഴിക്കേണ്ടത്. സ്നേഹിക്കുന്നവരല്ലേ കല്യാണം കഴിക്കേണ്ടത്. എല്ലാ കഥയും കൂട്ടി നിൽക്കുന്ന വ്യക്തിയല്ലേ. അപ്പം അതുകൊണ്ട് എന്താണ് കൂട്ടി നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ എന്താണ് ഭയങ്കര പ്രാർത്ഥന. അപ്പോൾ ഈ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്കും ഒരു പൂ വന്ന് വീഴണം. അപ്പോൾ ആ വിഗ്രഹത്തിന് മുന്നേ ഒരു പൂ വന്ന് വീഴുമ്പോഴത്തേക്കും കുഞ്ഞിന് എന്താണ് ഭയങ്കര സന്തോഷമാവണം. അപ്പോൾ സന്തോഷം കൊണ്ട് ആ പൂ എടുത്തിട്ട് വന്ന് നേരെ വിഷ്ണു താഴെ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. വിഷ്ണു ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ശ്യാമയും രോഹിത്തും നമ്മുടെ എന്താണ് വിഷ്ണുവിൻ്റെ അച്ഛൻ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ രാഘവേട്ടൻ പറയുന്നുണ്ട്, എടാ മോനെ കാര്യമൊക്കെ അമ്മ തന്നെയാണ്. പക്ഷേ അമ്മ പറയുന്നത് വെച്ചിട്ട് അമ്മയല്ല ഇനി ഞാനാണെങ്കിൽ തന്നെ എല്ലാ കാര്യം കേട്ട് നിൽക്കുന്ന ഒരു പരിധിയുണ്ട് വിഷ്ണു. അതിൻ്റെ അപ്പുറത്തേക്ക് നീ ഒന്നിനും നിന്ന് കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ നിന്ന് കൊടുത്താൽ നിൻ്റെ ജീവിതം തന്നെ ഇല്ലാണ്ടാവും. നീ കാര്യങ്ങളെ തുറന്ന് പറഞ്ഞ് ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കാൻ നോക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്യാമ പറയുന്നുണ്ട്, വിഷ്ണുവേട്ടന് എൻ്റെ കുഞ്ഞേച്ചിയോടല്ലേ സ്നേഹം. എൻ്റെ കുഞ്ഞേച്ചി വന്നതിന് വിഷ്ണുവേട്ടൻ ജീവിതം ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാമല്ലോ. വിഷ്ണുവേട്ടൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ നോക്കും. സത്യാമത കല്യാണം കൊണ്ട് അങ്ങ് നടക്കുവാണ്. ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്നാ എന്നൊക്കെ ശ്യാമയും കൂടെ പറയുമ്പോഴത്തേക്ക് നേരെ എന്താണ് എല്ലാവർക്കും ആശ്വാസം പകരാൻ വേണ്ടി നേരെ പപ്പിമോൾ വന്നിട്ട് വിഷ്ണുവിൻ്റെ നെറ്റിൽ കുറി തൊട്ട് കൊടുത്തിട്ട്, ആരും വിഷമിക്കണ്ട കേട്ടോ, എനിക്ക് ദൈവം വാക്ക് തന്നിട്ടുണ്ട്. വിഷ്ണു അച്ഛൻ്റെയും കാർത്തികാനിയുടെ കല്യാണം ഉറപ്പായും മുടങ്ങും. അതിനി ഒരിക്കലും നടത്തത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രാഘവേട്ടൻ പറഞ്ഞു, കണ്ടോടാ കുഞ്ഞു കൊച്ചിന് വരെ നിൻ്റെയും കാർത്തികയുടെ വിവാഹം മുടക്കണം എന്നാണ് പ്രാർത്ഥന പോലും. അത്രയ്ക്കാണ് അവളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിലേക്കാണ് നമ്മുടെ ജെമ്മി സത്യഭാമയുടെ എൻട്രി. അപ്പം ജെമ്മി സത്യഭാമ ഫോണും സംസാരിച്ചുകൊണ്ട് വരുന്നത്. അപ്പം വിഷ്ണു എന്താണ് അവിടെ എണീറ്റ് പോകാൻ നിൽക്കുമ്പോഴത്തേക്ക്, നീ അവിടെ ഇരിക്കും വിഷ്ണു, അവിടെ ഇരിക്കും, എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന രീതിക്ക് ആംഗ്യം കാണിച്ചിട്ട് സംസാരിക്കുമോ? അതെങ്ങനെ പറ്റും? പന്തലൊക്കെ നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ചില്ല. ഇനി അതിന് വല്ല മാറ്റം വരുന്നെങ്കിൽ എന്നോട് ചോദിക്കണം. അപ്പം പന്തലിടക്കവും കല്യാണത്തിനുള്ള ഷാപ്പാട് വെക്കും എല്ലാം ആയിട്ട് എന്താണ് ഉഗ്രം കല്യാണത്തിനുള്ള റെഡി ആയിട്ടുള്ള പരിപാടിക്ക് നിൽക്കുവാണ് ഈ സത്യഭാമ. ഷാനി അടിച്ച് പുറത്താക്കാൻ കിട്ടുന്ന അവസരത്തിന് ഇത്ര സ്പീഡിനുള്ള മാരത്തോൺ റണ്ണിങ് ആണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര ഒരു മാരത്തോൺ സുസ്മിതയുടെ കാര്യത്തിന് പോലും ഓടിയിട്ടില്ല. കട്ട് ചെയ്തതും നേരെ എന്താണ് രോഹിത്തിനോടാണ്. രോഹിത്തെ, കല്യാണത്തിന് കാത്തിനുള്ള മാലയും പൂവിൻ്റെയും ഡെക്കറേഷനൊക്കെ കാര്യം എന്താ? നീയാണ് ബൊക്കയും മാലയും കാര്യമൊക്കെ ഏറ്റെടുത്തിന്. അവരെ നേരെ വിളിക്കണം. വിളിച്ചിട്ട് എന്നാണ് സമയം തീയതി എല്ലാ കാര്യം പറഞ്ഞ് സമയത്തത് എത്തിക്കാനുള്ള കാര്യം നീ നോക്കണം കേട്ടോ. നീ അത് ഏറ്റിട്ടുള്ളതാന്നേ. അപ്പോഴത്തെ രോഹിത് പറയുന്നത്, ഞാൻ നോക്കിക്കോളാം സത്യം. കാരണം ഇവർ കല്യാണം മുടക്കാൻ നിൽക്കുന്നത് ഒരറ്റത്ത് കല്യാണത്തിന് പൂമാലയും ബൊക്കയും മേടിക്കാണ് സത്യാമ്മ ചുമതല ചെയ്യുന്നത്. അപ്പോൾ എന്തിലാണ് നിൽക്കേണ്ടതെന്ന് അറിയാത്ത രീതിയിൽ രോഹിത് അവിടെ നിൽക്കുന്ന കാണിയത്. അപ്പോൾ രോഹിത്തിനെ കഴിഞ്ഞിട്ട് അടുത്ത നേരെ വിഷ്ണുവിൻ്റെ അടുത്താണ്. വിഷ്ണു, കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ നീ എന്നാ പോകുന്നത്? ഇന്ന് നീ പോകുന്നുണ്ടോ? അപ്പോൾ നീ പോകുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ നീ പോകണ്ട കേട്ടോ. അങ്ങനെ ഇപ്പം നീ ഒറ്റയ്ക്ക് വിടണ്ട. പോകുന്നുണ്ടെങ്കിൽ നീയും ഞാനും കാർത്തിക ഒരുമിച്ച് നിന്ന് എടുക്കുന്നുണ്ട്. കാർത്തിക മോളെ, കാർത്തിക കണ്ടില്ലല്ലോ. ഉടനെ കാർത്തിക മോള് വന്ന്, ഞാൻ ഇവിടെ ഉണ്ട് സത്യാമ്മ എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും, കാർത്തിക മോളെ ഇന്ന് വാ, നമുക്ക് ഇന്ന് ഡ്രസ്സ് എടുത്തിട്ട് വരാം. നിനക്കും അവനും വേണ്ട എല്ലാ ഡ്രസ്സും അല്ലാതെ കുറച്ച് ആവശ്യമുള്ള എല്ലാ ഡ്രസ്സുകളും ഇടാം. പിന്നെ ജ്വല്ലറിയൊക്കെ മേടിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ഒന്ന് ഓർണമെൻറ്റ്സ് ഒക്കെ നോക്കാനും കൂടെ ഒന്ന് കയറണം കേട്ടോ. അതും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് കാർത്തിക അങ്ങ് പൂത്തൊഴിഞ്ഞ സന്തോഷമാണ്. കാരണം ഞാനങ്ങനെ ഇത് കല്യാണ മണ്ഡപം വരെ എത്തിച്ചു കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ കെട്ടിപ്പടുത്തി ഉയർത്തിയതാണെങ്കിലും ആ ഒരു കള്ളത്തരങ്ങൾ കൊണ്ട് ഞാൻ കെട്ടിപ്പടുത്തി ഉയർത്തിയ കോട്ട കൊണ്ട് എൻ്റെ കൂടെ ദൈവം കൂടെ നിന്ന് എന്തായാലും ഇവിടെ വരെ എനിക്ക് എല്ലാം എത്തിക്കാൻ പറ്റി. ശാലിനിയോടുള്ള എൻ്റെ തുറന്നുള്ള പോരാണിത്. ശാലിനിയെ തോപ്പിച്ച് ഞാൻ തന്നെ വിഷ്ണുവേട്ടൻ്റെ ഭാര്യ അവിടെ നിൽക്കും. എന്നിട്ട് വേണം ഇവിടെ എന്നെ വെറുക്കുന്നവരും ഞാൻ ഈ കല്യാണത്തിലേക്ക് എന്നെ വിഷ്ണു കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന എല്ലാവർക്കും ഒരു തിരിച്ചടി കൊടുക്കാൻ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് എന്തോ ഭയങ്കര കാർത്തികയ്ക്കും ശാലിനിക്കും വിഷ്ണുവിനും തമ്മിൽ ആജന്മ ശത്രുത ഉണ്ടായിരുന്ന പോലെ രീതിയിലാണ് കാർത്തികയുടെ മനസ്സ് ഇപ്പം ചിന്തിക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ. കാർത്തിക മനസ്സിൽ ചിന്തിക്കുക, ഇനിയിപ്പോൾ ഇത് മുടക്കാൻ ആരും വരാനില്ല. കാർത്തിക തന്നെ ജയിച്ചു. ഈ കളി ശാലിനി എൻ്റെ മുന്നിൽ തോറ്റു തുന്നം പാടി. ഇനി ആര് വരാനാ എൻ്റെ സത്യങ്ങളൊക്കെ പറയാൻ പറ്റി? ഈ കള്ളത്തരങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് തുടരും എന്നൊക്കെ കാർത്തിക അവിടെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഒരു കൂസലില്ലാതെ കേട്ടോ ചിന്തിക്കുന്നത്. കാരണം വിഷ്ണു ശാലിനി അവൾക്ക് ഒരു ദ്രോഹം പോലും ചെയ്തിട്ടില്ല. അവളുടെ ജീവിതം അവൾ തിരഞ്ഞെടുത്ത തീരുമാനത്തിൽ തെറ്റ് സംഭവിച്ചു എന്ന് അടുത്തവൻ്റെ ജീവിതത്തിൽ കയറിയിട്ട് കളിച്ചിട്ട് അവരെ ശത്രുവായി കാണുന്ന ഒരു വൃത്തികെട്ട മനോഭാവമാണ് കാർത്തിക ഇവിടെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും കാർത്തിക മനസ്സിൽ ചിന്തിച്ചില്ലേ, തന്നെ ഇനി ജയിക്കാനായി ആരുമില്ല, തൻ്റെ മേൽ ഈ കള്ളത്തരങ്ങൾ പൊളിക്കാനായി ഇനി ആരും ഇവിടെ വരാൻ പോകുന്നില്ല. അത് ചിന്തിച്ച് നിന്ന് നേരെ ഷാനിയുടെ കാറ് വന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഷാനിയുടെ കാറിൽ നിന്ന് നേരെ വരുന്നത് ശാലിനി മാത്രമല്ല, നമ്മുടെ കാർത്തികയുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അപ്പം ശാലിനിയും കാർത്തികയുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് നേരെ സത്യഭാമയുടെ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിൽ കയറുമ്പോഴത്തേക്ക് സത്യഭാമയാണ് സിറ്റ് ഔട്ട് അവിടെ വാതിൽ നിൽക്കുന്നത്. പപ്പിമോളും എന്താണ് ശാലിനി വന്നത് കണ്ടത് നേരെ വന്നിട്ട് ചേച്ചിയമ്മയെന്ന് ഞാൻ കെട്ടിപ്പിടിക്കും. അപ്പം പപ്പിമോളാണ് ഇവിടെയാണ് ഉള്ളതെന്നും ചേച്ചിയമ്മയാണ് സത്യയുടെ അമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതി വോയിസ് മെസ്സേജൊക്കെ കാർത്തികയുടെ അച്ഛൻ അയച്ചു കൊടുത്ത കാര്യമൊക്കെ കാർത്തികയുടെ അച്ഛൻ നേരത്തെ തന്നെ ശാലിനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ശാലിനി പറഞ്ഞിട്ട് കണ്ടോ, എന്നെക്കാളും ഒരു കൂട്ട് മുന്നേ തന്നെ നമ്മുടെ പപ്പിമോൾ എറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്
അവരിവിടെ ആദ്യം തന്നെ പപ്പിമോളെ കുറിച്ച് ധാരണ സംസാരിച്ചല്ലോ. അപ്പോൾ ഇവിടെ വന്ന് പപ്പിമോളെയും കൂടെ കാണുമ്പോൾ ഷാലിനിക്ക് അത്ര സന്തോഷമാണ്. കാരണം തനിക്ക് വേണ്ടി പപ്പിമോളെ എന്തൊക്കെ അറ്റം വരെ ചെയ്തു എന്ന രീതിക്ക് അത് ഷാലിനി ഭയങ്കര സന്തോഷമായി മോളെ കെട്ടിവിടുകയും പപ്പി മാറ് ഉടനെ ഷാമയെ വിളിക്കും. ഷാമേ നീ വന്ന് കൊച്ചിനെ പിടിച്ച് മാറ്റുക. അന്ന് വിളിക്കുമ്പോഴത്തേക്ക് നേരെ ഒന്ന് ഷാമ എന്താണ് പപ്പിങ്ങി അതിന് പപ്പിയെ പിടിച്ച് മാറ്റിക്കോ. ഷാലിനിയുടെ വരകം കണ്ടിട്ട് ഷാലിനി പുതിയ കഥയും കൊണ്ട് വന്നതെന്ന് എനിക്ക് തോന്നല്ലോ. ഇതാരാ നിൻ്റെ കൂടെ ഉള്ളത്? അതൊക്കെ പറയാൻ സത്യാമേ. ആദ്യം സത്യാമ്മ കാർത്തികൊന്ന് വിളിക്കുക. അവളല്ലേ കാർത്തിക, അവളെ വിളിക്കുന്ന പറയുമ്പോഴത്തേക്ക് കാർത്തിക് എന്താണ് അങ്ങോട്ട് വരിക. ഉടനെ പപ്പിമോൾ പോയതും കാർത്തിക വിളിക്കുക. അപ്പം ഷാലിനി പറയാം പപ്പിമോളും കൂടെ ഇവിടെ വേണോ എന്ന്, അവളും കൂടെ കാണേണ്ട കാര്യങ്ങളായിരുന്നു. എന്നാൽ സാരമില്ല കാർത്തിക വിളിക്കുക സത്യം എന്ന് പറയുമ്പോൾ കാർത്തിക വരും. കാർത്തിക അങ്ങോട്ടേക്ക് ഡോറി വരുന്നതും കാണുന്ന അച്ഛനമ്മയാണ്. കാർത്തിക് അങ്ങ് സ്റ്റണ്ണായി നിൽക്കുകയാണ്. ഭയങ്കര ഷോക്ക് അടിച്ച പോലെ അങ്ങ് നിൽക്കുവാണ്. അയ്യോ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്ന് ഈ കള്ളത്തരങ്ങളൊക്കെ ഇതോടെ പൊളിയുമല്ലോ. ഞാൻ എന്ത് കള്ളത്തരം ഇനി പറയാൻ പോകുന്നത്? അയ്യോ ദൈവമേ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കള്ളത്തരം പറയാനായി പിടിച്ചിരിക്കാൻ എന്തെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞാൽ സത്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഇന്ന് വരെ കഷ്ടപ്പെട്ടിട്ട് ഇവിടെ നിന്നത് എല്ലാം പാഴായി പോവും. പക്ഷേ സത്യം പറയാതിരിക്കാനും കഴിയത്തില്ലല്ലോ എന്നൊക്കെ കാർത്തിക് എന്താണ് ഭയങ്കര ഒരു എന്താണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ നിൽക്കുവാണ്. സറ്റാക്കാൻ നിൽക്കുമ്പോഴത്തേക്കും സത്യഭാവം ഇടുന്നില്ല. ഈ വട്ടം നിനക്ക് പറയാനുള്ള പുതിയ കഥയും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണോ? ഉടനെ ഷാനി പറയുന്നുണ്ട് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ ബാക്കി തിരക്കഥ പൂർത്തിയാക്കേണ്ട വ്യക്തി കാർത്തികല്ലേ സത്യാമേ. കാർത്തിക്കാണ് ആ കഥയുടെ മുഴുവൻ വിവരവും അറിയാവുന്നത്. അപ്പം കാർത്തികോട് ചോദിക്കും ഈ നിൽക്കുന്നവരാരാന്ന് കാർത്തികോട് ചോദിക്കും. നിനക്ക് ഇവരെ അറിയാവോ കാർത്തിക് ഷാനി ചോദിക്കുമ്പോൾ കാർത്തിക് ഒന്നും പറയാൻ പറ്റില്ല. കാർത്തിക് ബബ്ബടിച്ച് നിൽക്കുമോ. സത്യം ചോദിക്കും നീ എന്തോ ഇപ്പം കളക്ടർക്ക് പോലീസ് പണിയും കൂടെ ഉണ്ടെന്നായോ. പോലീസ് മുറയിൽ അവളെ ചോദ്യം ചെയ്യുന്നത്. കാർത്തികയുടെ അച്ഛനമ്മയാണെങ്കിൽ തൻ്റെ മകൾ എന്ത് പറയുന്നറിയാതെ ഭയങ്കര ആശങ്കയ്ക്കകത്ത് എന്താണ് അവിടെ നിൽക്കുവാണ്. മോളെ ഇതിന് കാർത്തികയുടെ അമ്മ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും കാർത്തികയുടെ അച്ഛൻ പിടിച്ചിരിക്കുക. ഇവിടെ നിൽക്കുക. അവൾ സംസാരിക്കുന്നതിൻ്റെ നേരെ കാർത്തികയുടെ അച്ഛൻ പിൻവലിച്ചിരിക്കുമ്പോൾ സത്യാമ്മയ്ക്ക് ഒന്നും മനസ്സിലാകുക. വിഷ്ണുവിനാണെങ്കിൽ അകത്ത് കാര്യമൊക്കെ മനസ്സിലായി. വിഷ്ണു ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. ഇന്നത്തോടെ കാര്യങ്ങളൊക്കെ സെറ്റാകുന്നുള്ള രീതി. ഷാനി ചോദിക്കുക നിനക്ക് ഈ നിൽക്കുന്നവരാരാന്ന് അറിയാമോ കാർത്തിക് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ നീ ചോദിക്കാൻ ആരാന്ന് സത്യാമ്മ ചോദിക്കുമ്പോഴത്തേക്കും കാർത്തിക് അല്ലേ സത്യാമ്മ ഉത്തരം പറയണ്ടേ. അവളെ എൻ്റെ മരുമകളാണ്. അതിൻ്റെ അപ്പത്തേക്ക് നിനക്കൊരു കാര്യം അറിയണ്ടല്ലോ. അപ്പം ഷാനി പറയാം അത് ഇപ്പം അതിന് മുന്നേ അവൾ ആരാന്നുള്ള കാര്യമല്ലേ. വിഷ്ണു ഏട്ടൻ ഇവളെ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നതിന് മുന്നേ വരെ വിഷ്ണു ഏട്ടൻ ഇവൾ പരിചയപ്പെടുന്നതിന് മുന്നേ വരെ ഇവൾ ആരാണ്. ഇവൾ മാനത്തുനിന്ന് പൊട്ടിമുളച്ച് താഴേക്ക് ഇറങ്ങി വന്നതൊന്നുമല്ലോ. ഇവൾക്കൊരു അച്ഛനും അമ്മയും വീടും നാടും ഊരുമൊക്കെ കാണുമല്ലോ. ഇവൾ ആരാന്നുള്ള കാര്യം സത്യമേ ചോദിക്കുമ്പോഴത്തേക്കും കാർത്തിക നിന്ന് വിറയ്ക്കണം എന്ത് പറയണമെന്ന് അറിയാതെ. കാർത്തികേ നിൻ്റെ അച്ഛനും അമ്മ ആരാണ്? നിൻ്റെ അച്ഛനമ്മയുടെ പേരെന്താ? നിൻ്റെ നാടേതാ? നീ ഇതൊക്കെ പറ. നിനക്ക് ഈ നിൽക്കുന്നവരെ അറിയാവോ കാർത്തികേ? പറയടി നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേരെന്താ? നിനക്ക് ഈ നിൽക്കുന്നവരറിയാവോ? പറയണത് നിൻ്റെ ഷാലിനി അങ്ങ് ഭയങ്കര ദേഷ്യത്തിൽ പറയടിയെന്നും കൂടെ പറഞ്ഞ് നിൽക്കുന്ന കാണിച്ചാണ് നെക്സ്റ്റ് എപ്പിസോഡ് എൻഡിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇനി അടുത്ത കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ? ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും കമൻസ് ഷെയർ ആരും മറക്കണ്ട. കഴിഞ്ഞ 2 എപ്പിസോഡ് മിസ്സായിട്ടുണ്ട്. ആ എപ്പിസോഡ് വീണ്ടും റിവ്യൂ കേൾക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ആ 2 എപ്പിസോഡും കൂടി ചേർത്ത് ഒരുമിച്ചായിട്ട് റിവ്യൂ ഇടാം കേട്ടോ. ബൈ.